കുട്ടിയെ കാണാനും കൊള്ളാലോ. എന്നാ പിന്നെ കുട്ടിക്ക് ഈ വേഷം കുട്ടിക്ക് തന്നെ ചെയ്തൂടെ? അല്ല, എനിക്ക് അഭിനയിക്കണമെന്ന് അറിയില്ല സർ. മാഡം ഇപ്പൊ ഓക്കെയാ? ഇനിയിപ്പോ നമുക്ക് ടേക്ക് പോവാം. ഓക്കെ, ടേക്ക്. Cut it. അടിപൊളി. താങ്ക് യു. പ്രിയങ്ക, പെർഫെക്റ്റ്. താങ്ക് യു സർ. അയ്യോ പ്രിയ, പ്രിയ. കൊള്ളാൻ കേട്ടോ ആള്. ആള് കണ്ടതുപോലെയല്ല. താങ്ക് യു. ഹലോ. താങ്ക് യു. ഓ താങ്ക് യു. എന്റെ പൊന്നു മോളെ, ആദ്യ ദിവസം തന്നെ പടം മുടങ്ങിപ്പോന്ന് ഞാനൊന്ന് പേടിച്ചതാ. ഇപ്പൊ എനിക്ക് ധൈര്യമായി. താങ്ക് യു. ഈ ദൈവത്തിന്റെ ഓരോ കളികളെ കഴിവുള്ളവർക്ക് അവസരം കൊടുക്കുകയില്ല, അവസരം കിട്ടിയവർ കഴിവ് കാണിക്കുകയില്ല. അത് കലയുടെ ഒരു ദുര്യോഗമാണ് സാർ. അതെ അതെ. ആരെയും നിസ്സാരമായിട്ട് കാണരുതെന്ന് മാഡത്തിന് ഇപ്പൊ മനസ്സിലായോ? മാഡത്തിന്റെ നായിക പദവി നിലനിന്നത് ആ കുട്ടി കാരണോ? ആ കുട്ടിയോട് ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ? ഞാൻ ആരോട് നന്ദി പറയണോന്നേ ഞാൻ തീരുമാനിച്ചോളാം. പ്രിയ, അവരൊക്കെ ഹാപ്പിയാ. അവര് ഹാപ്പിയാ, പക്ഷെ ഞാൻ ഹാപ്പിയല്ല. അതെന്താ? എല്ലാവരോടും ഇളിച്ചു കാണിച്ച് നടക്കണ്ട. പിന്നെ വേഷം ചെയ്യാൻ പറ്റുമെന്ന് വീണ്ടും ഡയറക്ടർ ചോദിക്കും. അവസാനം ഞാൻ അങ്ങ് സമ്മതിച്ചു പോയി എന്ന് പറയരുത്. ഇതേ എന്റെ സിനിമയാ, എന്റെ ആഗ്രഹമാ. എന്റെ മറ്റുള്ള ആഗ്രഹങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കുന്ന പോലെ ഇതോടെ തട്ടിപ്പറിക്കാൻ നോക്കരുത്. പിന്നെ സഹായിച്ചത് വലിയ കാര്യമായിട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അത് ചേച്ചിയുടെ ഡ്യൂട്ടി മാത്രമാ. എന്താ മനസ്സിലായോ?